ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ബിസിനസ് റെഗുലേഷൻസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന പാർട്ടീസിന് അവരായിട്ട് ചേർത്ത് തീർക്കേണ്ട ചില ഒബ്ലിഗേഷൻസ്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്ത് തീർക്കുമ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്തു എന്ന് നമ്മൾ പറയുന്നത്. സോ കോൺട്രാക്റ്റ് എപ്പോഴാണ് പെർഫോം ചെയ്യേണ്ടത്, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, when the parties to the contract fulfill their obligation under a contract, the contract is said to have been performed and the contract comes to an end. ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസ് അവരുടെ ഒബ്ലിഗേഷൻസ് ചെയ്ത് തീർക്കുമ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് കംസ് ടു ആൻ എൻഡ്, അത് അവസാനിക്കും. As per section 37 of the Act, the parties to a contract must either perform or offer to perform their respective promises unless such performance is dispensed with or excused under the provisions of this Act or any other law. Then Indian Contract Actൻ്റെ സെക്ഷൻ 37 പറയുന്നത്, ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസ് അവരുടെ പ്രോമിസ് ഒന്നുകിൽ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഓഫർ ചെയ്യാൻ, ദാറ്റ് മീൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരുങ്ങണം. Unless such a performance is dispensed with or excused under the provisions of this Act or any other law. എങ്ങനെയല്ലെങ്കിൽ ആ പെർഫോമൻസ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ലോ അല്ലെങ്കിൽ ഈ ആക്ട് പ്രകാരം ഡിസ്പെൻസ് ചെയ്യുകയോ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും കൊടുക്കുകയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് സെക്ഷൻ 37 പ്രകാരം ഒരു കോൺട്രാക്റ്റിലെ പാർട്ടീസിൻ്റെ പ്രോമിസ് അവർ ഒന്നുകിൽ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ ഓഫർ ചെയ്യണം. എങ്ങനെയല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് കോൺട്രാക്റ്റ് ആക്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോ, ഇന്ത്യയിൽ നിലവിലുള്ള മറ്റേതെങ്കിലും ലോയോ ഡിസ്പെൻസ് ചെയ്യുകയോ എക്സ്ക്യൂസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ്, ഏതർ പെർഫോം ഓർ ഓഫർ ടു പെർഫോം. ഒന്നെങ്കിൽ അത് ചെയ്യണം, പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ ഓഫർ ടു പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരുങ്ങണം, പെർഫോം ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ അതിൻ്റെ ബേസിൽ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആക്ച്വൽ പെർഫോമൻസ്, ദെൻ സെക്കൻഡ് വൺ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓർ ടെൻഡർ. അപ്പോൾ നമ്മൾ പറഞ്ഞു എയ്തർ ടു പെർഫോം ഓർ ഓഫർ ടു പെർഫോം. സോ എയ്തർ ടു പെർഫോം ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ പെർഫോമൻസും ഓഫർ ടു പെർഫോം എന്നോട് ഉദ്ദേശിക്കുന്നത് അറ്റംപ്റ്റഡ് പെർഫോമൻസുമാണ്. ദെൻ എന്താണ് ആക്ച്വൽ പെർഫോമൻസ്? A contract is said to be discharged by actual performance when the parties to the contract perform their promise in accordance with the terms of the contract. ഒരു കോൺട്രാക്റ്റിലെ പാർട്ടി അവരുടെ പ്രോമിസ് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രകാരം ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ്ഡ് ബൈ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയാം. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം അതിലെ പാർട്ടീസ് അവരുടെ പ്രോമിസുകൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആക്ച്വൽ പെർഫോമൻസ് ഉണ്ടായി എന്ന് നമുക്ക് പറയാം. ദെൻ സെക്കൻഡ് വൺ ആണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓർ ടെൻഡർ. അത് പേരിലെന്നെ ഉണ്ട്, നമ്മൾ പെർഫോം ചെയ്യാനൊരു അറ്റംപ്റ്റ് നടത്തുകയാണ്. A contract is said to be discharged by attempted performance when the promiser has made an offer of performance to the promisee, but it has not been accepted by the promisee. അതായത് അറ്റംപ്റ്റഡ് പെർഫോമൻസിൻ്റെ കേസിൽ സംഭവിക്കുന്നത്, പ്രോമിസർ അവർ ചെയ്യേണ്ട കാര്യം ചെയ്യും, പക്ഷേ പ്രോമിസി അത് ആക്സെപ്റ്റ് ചെയ്യൂല. അതാണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, A promises to deliver 100 bags of wheat to B. A sends them to B at the appointed place during business hours through specified carrier, but B refuses to take the delivery of bags. This is an attempted performance or tender on the part of A. അതായത് എയും ബിയും തമ്മിലാണ് കോൺട്രാക്റ്റ്.
എ പ്രോമിസ് ചെയ്യുന്നുണ്ട് 100 bags ഓഫ് വീറ്റ് ബിക്ക് കൊടുക്കാമെന്നുള്ളത്. സോ ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് എ അയാളുടെ ബാഗ്സ് ഓഫ് വീറ്റ് ബിക്ക് അയക്കുകയാണ്. ഇതിനൊരു സ്പെസിഫൈഡ് കാരിയർ, അതായത് കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രകാരം അത് ചെയ്തു. പക്ഷേ ബി എന്ത് ചെയ്തു? ആ ബാഗ്സ് ഓഫ് വീറ്റ് അയാൾ റിസീവ് ചെയ്തില്ല. ഇവിടെ എനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യേണ്ട പ്രോമിസ് അല്ലെങ്കിൽ അയാളുടെ ഒബ്ലിഗേഷൻ അയാൾ ചെയ്തിട്ടുണ്ട്. അത് ബി റിസീവ് ചെയ്യാത്തത് കൊണ്ടാണ് ആ പെർഫോമൻസ് അവിടെ നടക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ എനെ സംബന്ധിച്ചിടത്തോളം ഒരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ടായി എന്ന് നമുക്ക് പറയാം. ഇതാണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ്. അപ്പോൾ പ്രോമിസർ ചെയ്യുകയും പ്രോമിസ് അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്താലാണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആവുന്നത്. പ്രോമിസർ ചെയ്തിട്ട് പ്രോമിസ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വൽ പെർഫോമൻസ് ആയി എന്ന് പറയും. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഒന്നുകിൽ ആക്ച്വൽ പെർഫോമൻസ് ആവും, അതല്ലെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആകുമെന്നാണ് പറയും. ഇനി അറ്റംപ്റ്റഡ് പെർഫോമൻസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുണ്ട്. അതായത് അറ്റംപ്റ്റഡ് പെർഫോമൻസ് നമുക്ക് ടെൻഡർ എന്നും വിളിക്കാം. Section 38 says that where a promiser has made an offer of performance to the promisee and the offer has not been accepted, the promiser is not responsible for the non-performance, nor does he thereby lose his rights under the contract. കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 38 പറയുന്നത് ഒരു പ്രോമിസർ പെർഫോം ചെയ്യുകയും ആ പ്രോമിസറുടെ പെർഫോമൻസ് പ്രോമിസി ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ, ദാറ്റ് മീൻസ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ടായാൽ, ദ പ്രോമിസർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ നോൺ പെർഫോമൻസ്. പ്രോമിസർ ഒരിക്കലും നോൺ പെർഫോമൻസിനുള്ള റെസ്പോൺസിബിലിറ്റി അയാൾക്ക് വരുന്നില്ല. ദാറ്റ് മീൻസ് അയാൾ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്, പ്രോമിസർ ചെയ്യേണ്ട കാര്യം പ്രോമിസർ ചെയ്തിട്ടുണ്ട്. അത് പ്രോമിസി ആക്സെപ്റ്റ് ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ പിന്നീട് പ്രോമിസറിന് ഒരു തരത്തിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. അത് നോൺ പെർഫോമൻസ് ആയി എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് വരുന്നില്ല? പ്രോമിസറിന് വരുന്നില്ല. nor does he thereby lose his rights under the contract. അതോടൊപ്പം തന്നെ ആ കോൺട്രാക്റ്റിൽ ആ പ്രോമിസറിന് ഉണ്ടായിരുന്ന ഒരു റൈറ്റ്സും അയാൾക്ക് നഷ്ടപ്പെടുകയും ഇല്ല. സോ പ്രോമിസർ ഒരു അറ്റംപ്റ്റ് നടത്തിയാൽ അത് എന്തിനു തുല്യമാണ്? ആക്ച്വൽ പെർഫോമൻസ് ചെയ്തതിന് തുല്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എ ആ 100 bags ഓഫ് വീറ്റ് കൊടുത്തിട്ടുണ്ട്, ബി അത് റിസീവ് ചെയ്യാതിരുന്നതാണ്, അതാണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ്. സോ ആ ഒരു കേസിൽ എക്ക് പിന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ല കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാതിരുന്നതിന്. ബീൻ്റെ കാരണം കൊണ്ടാണ് പെർഫോമൻസ് നടക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ എക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം വരുന്നില്ല. അതോടൊപ്പം ആ കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്ന റൈറ്റ്സ്, എക്ക് ഉണ്ടായിരുന്ന റൈറ്റ്സ് ഒന്നും എക്ക് നഷ്ടപ്പെടുകയും ഇല്ല. കാരണം എ പെർഫോം ചെയ്യാൻ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. പ്രോബ്ലംസ് വരുന്നത് ബിയെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് പറയാം. ദസ് എ ടെൻഡർ ഓഫ് പെർഫോമൻസ് ഈസ് ഇക്വാലന്റ് ടു ആക്ച്വൽ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ ടെൻഡർ ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആക്ച്വൽ പെർഫോമൻസിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. It excuses the promiser from further performance and entitles him to sue the promisee for the breach of the contract. So ഇവിടെ പ്രോമിസർ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ട്, അയാൾ പിന്നെയും അത് ചെയ്യണം എന്ന് പറയാൻ കഴിയില്ല. ഫർദർ പെർഫോമൻസിന് പ്രോമിസറിന് എക്സ്ക്യൂസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്തതിന് പ്രോമിസിക്കെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റും പ്രോമിസറിനുണ്ടാവും. ഓക്കെ, ഇത്രയാണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ് ടെൻഡറിൻ്റെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ദെൻ ടൈപ്സ് ഓഫ് ടെൻഡർ. അറ്റംപ്റ്റഡ് പെർഫോമൻസിന് അല്ലെങ്കിൽ ടെൻഡറിന് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ടെൻഡർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് ടെൻഡർ ഓഫ് മണി. ടെൻഡർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറഞ്ഞാൽ അറ്റംപ്റ്റഡ് പെർഫോമൻസിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ടെൻഡർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 bags ഓഫ് വീറ്റ് ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് കോൺട്രാക്റ്റ് വരുന്നത്. സോ അറ്റംപ്റ്റഡ് പെർഫോമൻസിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഗുഡ്സ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ടെൻഡർ ഓഫ് ഗുഡ്സ്. Then the promiser may treat the refusal of the promise as the repudiation or disownment of the contract, and he will be released from his obligation to perform, or he can file a suit against such repudiation. Then ടെൻഡർ ഓഫ് ഗുഡ്സ്, അതായത് അറ്റംപ്റ്റഡ് പെർഫോമൻസിൽ ഗുഡ്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ദെൻ ആ പ്രോമിസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ദാറ്റ് മീൻസ് അത് റിഫ്യൂസ് ചെയ്തതിൻ്റെ പേരിൽ പ്രോമിസറിന്
അയാളുടെ ഒബ്ലിഗേഷൻസ് നിന്ന് റിലീസ് ചെയ്യാം. ദാറ്റ് മീൻസ് അയാൾ ഒരു തവണ ചെയ്തിട്ടുണ്ട്, ഇനിയും അയാൾ ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. അയാൾക്ക് അതിന് ചെയ്യേണ്ട കാര്യം അയാൾ റിലീസ് ചെയ്യും. ദെൻ ഹി ക്യാൻ ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് സച്ച് റെപ്യൂഡിയേഷൻ. അതോടൊപ്പം തന്നെ ആ കോൺട്രാക്റ്റ് റെപ്യൂഡിയേറ്റ് ചെയ്തതിന്, ക്യാൻസൽ ചെയ്തതിന് അയാൾക്ക് കേസ് കൊടുക്കാനും കഴിയും. അപ്പോൾ ടെൻഡർ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ ആ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോമിസ് കംപ്ലീറ്റ് ആകാത്തതിൻ്റെ പേരിൽ പ്രോമിസറിന് പിന്നെ ഒരു ഒബ്ലിഗേഷനും വരികയില്ല. അതോടൊപ്പം അയാൾക്ക് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ ബ്രീച്ച് ചെയ്തതിന് കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ടെൻഡർ ഓഫ് മണി. ചില കേസുകൾ ക്യാഷ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാകും ആ കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത്. അത്തരം കോൺട്രാക്റ്റിൻ്റെ കേസിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് നടക്കുകയാണെങ്കിൽ അതാണ് ടെൻഡർ ഓഫ് മണി എന്നും ഉദ്ദേശിക്കുന്നത്. ദ ടെൻഡർ ഓഫ് മണി ഡസ് നോട്ട് അമൗണ്ട്സ് ടു ഡിസ്ചാർജ് ഓഫ് ഡെപ്റ്റ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷ് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് റിസീവ് ചെയ്യാതിരുന്നാൽ അതും എന്തുതന്നെയാണ്, അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആണ്. പക്ഷേ ഒരു ഡെപ്റ്റർ ക്രെഡിറ്ററിൻ്റെ കേസിൽ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരു 10,000 രൂപ കൊടുക്കാനുണ്ട് വിചാരിക്കാം. എ ആ 10,000 രൂപയുമായി പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് വന്നു, പക്ഷേ ബി എത്തിയില്ല. സോ ബി എത്തിയില്ല എന്ന് പറഞ്ഞാൽ ബി അത് പെർഫോം ചെയ്തില്ല എന്നുള്ളത് തുല്യമാണ്. സോ എനെ സംബന്ധിച്ചിടത്തോളം അവിടെ അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. സോ എ പറയാണ്, ഞാൻ 10,000 രൂപ ബിക്ക് കൊടുക്കാൻ റെഡിയായി വന്നതാണ്, ബി വാങ്ങാത്തതുകൊണ്ട് അല്ലെങ്കിൽ ബി എത്താത്തതുകൊണ്ടാണ്. സോ ഇനി ഞാൻ ആ 10,000 രൂപ ബിക്ക് കൊടുക്കേണ്ട എന്ന് പറയാനുള്ള റൈറ്റ് ആർക്കില്ല, എക്കില്ല. സോ ഡെപ്റ്റ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ മണി ഇൻവോൾവ് ചെയ്യുന്ന അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഒരിക്കലും ആ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിന് തുല്യമാകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഗുഡ്സ് ഇൻവോൾവ് ചെയ്യുന്ന അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആ പാർട്ടിക്ക് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാനും കേസെടുക്കാനും റൈറ്റ് ഉണ്ട്. പക്ഷേ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പിൽ ഒരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് നടക്കുമ്പോൾ ആ ഡെപ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതായിട്ട് കണക്കാക്കാൻ അറ്റംപ്റ്റഡ് പെർഫോമൻസ് വഴി സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ടെൻഡർ. ഒരു ടെൻഡർ വാലിഡ് ആകാൻ വേണ്ട എലമെൻറ്റ്സ് ആണ് നമ്മൾ ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. അതായത് ആ ടെൻഡർ അല്ലെങ്കിൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആവണം. ഇറ്റ് ബിക്കംസ് കണ്ടീഷണൽ വെൻ ഇറ്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം പെർഫോം ചെയ്യുമ്പോഴാണ് അത് അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു വാലിഡ് ടെൻഡറായി മാറുന്നത്. കോൺട്രാക്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസിന് വിരുദ്ധമായിട്ടാണ് ഒരാൾ പെർഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. എക്സാമ്പിൾ, A debtor offers to pay to B, his creditor, the amount due to him on the condition that B sells to him certain shares at cost. അതായത് എ ഒരു കോൺട്രാക്റ്റ് പ്രകാരം ബിക്ക് ഒരു സ്പെസിഫിക് എമൗണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ എ അത് കൊടുക്കുമ്പോൾ പറയുകയാണ്, അല്ലെങ്കിൽ കൊടുക്കാൻ ഉള്ള പെർഫോമൻസ് അതാണ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ പറയുകയാണ്, ഞാൻ ഈ 10,000 സപ്പോസ് 10,000 ആണ് എന്നുണ്ടെങ്കിൽ 10,000 തരാം, പക്ഷേ ബി എൻ്റെ കയ്യിലുള്ള ഷെയർസ് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ വെച്ചാൽ അതെന്താണ്, അൺകണ്ടീഷണൽ. സോ എ ബിക്ക് 10,000 രൂപ കൊടുക്കുമ്പോൾ പറയാണ് ബീൻ്റെ കയ്യിലുള്ള ഷെയർസ് എനിക്ക് തരണം എന്ന് എ പറഞ്ഞാൽ ബി പറയും വേണ്ട, ഞാൻ ഷെയർ തരൂല, ഞാൻ ആ 10,000 രൂപ വാങ്ങുന്നില്ല എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓൺ ദി പാർട്ട് ഓഫ് എ ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാരണം എ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ഒരുങ്ങിയിട്ടുള്ളത്. ആ കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ബി ആ ക്യാഷ് റിസീവ് ചെയ്യാതിരുന്നതും. സോ ഇത്തരം കേസിൽ എ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. സോ ഓഫർ അല്ലെങ്കിൽ ആ ടെൻഡർ കണ്ടീഷൻ വെച്ചിട്ടുള്ളതായതുകൊണ്ട് അതിനെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ നിന്നാൽ അത് കണ്ടീഷണലായി മാറും. അങ്ങനെ കണ്ടീഷണലായുള്ള ടെൻഡർ വാലിഡായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ദെൻ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് അറ്റ് ദ പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ്. അതായത് കോൺട്രാക്റ്റിൽ പെർഫോം ചെയ്യേണ്ട സമയവും സ്ഥലം ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും നോർമൽ കേസിൽ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് ആ പറഞ്ഞ പ്രകാരം തന്നെ ചെയ്യാം. ടെൻഡർ മസ്റ്റ് ബി മെയ്ഡ് അറ്റ് ദ പ്രോപ്പർ ടൈം ആൻഡ് പ്ലേസ് സ്റ്റിപ്പുലേറ്റഡ്. അതായത് കറക്റ്റ് ഫിക്സ് ചെയ്ത ടൈമിലും പ്ലേസിലും തന്നെയാവണം ടെൻഡർ ചെയ്യേണ്ടത്. Then a tender of goods after the business hours of goods or money before the due date is not a valid tender.
ടെൻഡർ ഓഫ് ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ അത് ബിസിനസ് അവേഴ്സിൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ബിസിനസ് അവേഴ്സിന് ശേഷം ആണ് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ടെൻഡർ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ദെൻ ഓ മണി ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. ഇനി ടെൻഡർ ഓഫ് മണി ആണ് എന്നുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് ചെയ്യുന്നതും വാലിഡ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ടെൻഡർ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ ബിസിനസ് അവേഴ്സും ടെൻഡർ ഓഫ് മണി ബിഫോർ ഡ്യൂ ഡേറ്റും വാലിഡ് അല്ല. എക്സാമ്പിൾ, A owes B rupees 10,000 to be paid with interest on 31st May. A tenders the amount on 31st March along with the interest up to the month of March. This is not a valid tender as it was made before due date. അതായത് എ 10,000 രൂപ ബിക്ക് കൊടുക്കാനുണ്ട്, അത് 31st മെയ്ക്ക് ഇൻട്രസ്റ്റ് അടക്കം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഇടയിൽ എ 31st മാർച്ചിന് പറയുകയാണ് ഇതാ ഇന്ന് വരെയുള്ള ഇൻട്രസ്റ്റ് അടക്കം 10,000 രൂപ ഇതാ എന്ന് പറഞ്ഞിട്ട് ബിക്ക് കൊടുക്കുകയാണ്. ബി എന്ത് ചെയ്തില്ല, അത് റിസീവ് ചെയ്തില്ല. അതിൻ്റെ പേരിൽ അത് വാലിഡ് ആയിട്ട് മാറുന്നില്ല. ദാറ്റ് മീൻസ് അതൊരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. കാരണം ടെൻഡർ ഓഫ് മണി ബിഫോർ ഡ്യൂ ഡേറ്റ് വാലിഡ് അല്ല. ദാറ്റ് മീൻസ് ഇവിടെ ഡ്യൂ ഡേറ്റ് വരുന്നത് 31st മെയ് ആണ്. അതിൻ്റെ മുമ്പേ ഈ ടെൻഡർ ഓഫ് മണി പെർഫോം ചെയ്യുമ്പോൾ അത് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഷുഡ് ബി ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി വോൾ ഒബ്ലിഗേഷൻ. അതായത് ഒരു കോൺട്രാക്റ്റിൽ എന്താണോ ഒബ്ലിഗേഷൻ ഉള്ളത് അത് മുഴുവനായിട്ട് ചെയ്യണം. അത് പകുതിയോ അല്ലെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ കൊടുക്കാനുള്ള എമൗണ്ടിന് കുറച്ച് എമൗണ്ട് കൊടുക്കുകയോ ഒന്നും ചെയ്തതുകൊണ്ട് ടെൻഡർ വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഇറ്റ് മസ്റ്റ് ബി ഓഫ് ദി വോൾ ക്വാണ്ടിറ്റി കോൺട്രാക്റ്റഡ് ഫോർ ഓർ ഓഫ് ദി വോൾ ഒബ്ലിഗേഷൻ. അതായത് കോൺട്രാക്റ്റ് പ്രകാരം എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മുഴുവനായിട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. A tender of an installment when the contract stipulates payment in full is not a valid offer. ഒരു കോൺട്രാക്റ്റ് പ്രകാരം കൊടുക്കേണ്ട എമൗണ്ടിന്ന് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ ബിക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്. കൊടുക്കേണ്ട ദിവസം എ പറയുകയാണ് ഇതൊരു 5,000 ഉണ്ട്, ബാക്കി 5,000 ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞാൽ അതൊരു വാലിഡ് ടെൻഡറായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. However, a minor deviation from the terms of contract may not render the tender invalid. എങ്കിലും ചെറിയ തരത്തിലുള്ള ഡീവിയേഷൻസ് സംഭവിച്ചാൽ അത് ടെൻഡർ ഇൻവാലിഡ് ആവാനുള്ള കാരണമാകുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ 100 bags ഓഫ് വീറ്റ് എ ബിക്ക് കൊടുക്കണം. ആ 100 bags ഓഫ് വീറ്റിന് പകരം ഒരു 99 bags ആണ് കൊടുത്ത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാഗ് വീറ്റിൻ്റെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് ആ ടെൻഡർ വാലിഡായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ ചെറിയ ചെറിയ വ്യത്യാസത്തിൻ്റെ പേരിൽ വാലിഡ് ടെൻഡർ ആയിട്ട് ടെൻഡർ ഇൻവാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ, A debtor offers to pay C, his creditor, the amount due in installment and tenders the first installment. ഓക്കെ, ദെൻ എ സിക്ക് ഒരു സ്പെസിഫൈഡ് എമൗണ്ട് കൊടുക്കാനുണ്ട്. ദെൻ ആ എമൗണ്ട് കൊടുക്കാനുള്ളതിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്തു. ദാറ്റ് മീൻസ് 10,000 രൂപ കൊടുക്കാണ്ട് 10 മാസം 1,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിചാരിക്കും. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. ദെൻ അതിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു എന്ന് വിചാരിച്ചാൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തു കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. അതാണ് പറയുന്നത്. സോ കോൺട്രാക്റ്റ് പെർഫോം ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ചെയ്യണം. അതിൻ്റെ ഒരു പോർഷനോ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ പെർഫോം ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. ദെൻ മറ്റു കുറച്ച് പോയിൻറ്റ്സ് ടെൻഡറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു ദി പ്രോപ്പർ പേഴ്സൺ ദ പ്രോമിസി ഓർ ഹിസ് ഡ്യൂലി ഓതറൈസ്ഡ് ഏജൻറ്റ്. ഒരു പ്രോമിസർ ഒരു കാര്യം ചെയ്യുമ്പോൾ അയാളുടെ പ്രോമിസ് പെർഫോം ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രോമിസിക്ക് വേണ്ടിയിട്ടാണ്. സോ ആ പ്രോമിസിക്കായിരിക്കണം അത് ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പ്രോമിസിനെ റെക്കഗ്നൈസ് ചെയ്ത് അയാളുടെ ഏജൻറ്റിന്. ഫോർ എക്സാമ്പിൾ എ 10,000 രൂപ ബിക്ക് കൊടുക്കാനുണ്ട്. എ ആ 10,000 രൂപ ബിക്ക് കൊടുക്കാനുള്ളത് സെഡിനെ ഏൽപ്പിച്ചിട്ട് പറയണം അത് ബിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വാലിഡ് ടെൻഡറായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഒന്നെങ്കിൽ ബിക്ക് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ബി പറഞ്ഞ പ്രകാരം ബി റെക്കഗ്നൈസ് ചെയ്ത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴേ അത് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയും. Then it may be made to one of several joint promises. In such case, it has the same effect as tender to all of them. ചില കേസിൽ
രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവും. സോ രണ്ടിൽ കൂടുതൽ പ്രോമിസേഴ്സും ഉണ്ടാവും, പ്രോമിസീസും ഉണ്ടാവും. അങ്ങനെ രണ്ടിൽ കൂടുതൽ പ്രോമിസീസ് ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരാൾക്ക് പ്രോമിസ് നടത്തിയാലും ചെയ്തു കൊടുത്താലും അത് വാലിഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഇറ്റ് മസ്റ്റ് ഓൾസോ ബി ഇൻ പ്രോപ്പർ ഫോം. അതായത് എന്താണോ പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് മീൻസ് കോൺട്രാക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രകാരം എങ്ങനെ ചെയ്യണോ അങ്ങനെ തന്നെയാവണം ആ പെർഫോമൻസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. In case of tender of goods, it must give a reasonable opportunity to the promisee for the inspection of the goods. Then tender of goods ഇൻവോൾവ് ചെയ്യുന്ന ടെൻഡറിൻ്റെ കേസിൽ പ്രോമിസിക്ക് ആ ഗുഡ്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കണം, അവസരം കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. Then it must be by a person who is in a position and is willing to perform the promise. അതായത് പ്രോമിസ് പെർഫോം ചെയ്യേണ്ട ആൾ എന്ന് പറയുന്നത് അത് ചെയ്യാനുള്ള പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. നോർമലി ഒരു പ്രോമിസ് പെർഫോം ചെയ്യേണ്ടത് പ്രോമിസറാണ്. ഇനി പ്രോമിസറിൻ്റെ അഭാവത്തിൽ മറ്റ് ചില വ്യക്തികൾക്കും അത് ചെയ്യാം. സോ അങ്ങനെ നിയമം അനുശാസിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കണം ആ പ്രോമിസ് പെർഫോം ചെയ്യേണ്ടത്. ദെൻ who may perform the contract. നമ്മൾ പറഞ്ഞു പ്രോമിസ് പെർഫോം ചെയ്യേണ്ടത് ഒന്നെങ്കിൽ പ്രോമിസർ അല്ലെങ്കിൽ അയാളെ പകരം അല്ലെങ്കിൽ അയാളുടെ അഭാവത്തിൽ മറ്റ് ചില വ്യക്തികൾക്കും പ്രോമിസ് പെർഫോം ചെയ്യാം. സോ who may perform the contract എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പ്രോമിസർ. ബേസിക്കലി ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത് പ്രോമിസറാണ്. അവിടെ ഉണ്ടായിരിക്കാൻ വെച്ചിട്ടുള്ള പ്രോമിസ് എന്ന് പറയുന്നത് വെച്ചിട്ടുള്ള പ്രോമിസറാണ്. സോ പ്രോമിസറാണ് ആ പ്രോമിസ് പെർഫോം ചെയ്യേണ്ടത്. If there is something in the contract to show that it was the intention of the parties that the promiser himself should perform the promise, such a promise must be performed by the promiser. അതായത് ബേസിക്കലി ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട പ്രോമിസറാണ്. ഇനി ഒരു കോൺട്രാക്റ്റിൽ പ്രത്യേകം കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത് ഇന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ പ്രോമിസറാണ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ ആയിരിക്കണം ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത്. ഇൻ കേസ് ഓഫ് കോൺട്രാക്ട് വിച്ച് ഇൻവോൾവ്സ് എക്സസൈസ് ഓഫ് പേഴ്സണൽ സ്കിൽ, വോളിഷൻ ഓർ ഡിലിജൻസ് ഓഫ് ദി പ്രോമിസർ or the promiser himself must perform which are found on personal conference between the parties. ചില കേസുകളിൽ കോൺട്രാക്റ്റിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് ചില പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ചെയ്യുന്നതാവും. അതല്ലെങ്കിൽ ചിലപ്പം ചില വ്യക്തികളുടെ പരസ്പര വിശ്വാസത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങൾ, പേഴ്സണൽ കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ചില പെർഫോമൻസുകളൊക്കെ ഉണ്ടാവും. അത്തരം കേസുകളിൽ ആ വ്യക്തി തന്നെ അത് പെർഫോം ചെയ്യണം, പ്രോമിസർ തന്നെ അത് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾ: A promise to paint a picture for B by a certain day at a certain price. A dies before that day. The contract cannot be enforced either by A's representatives or by B. അതായത് എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റാണ്. എ ഒരു പിക്ചർ പെയിൻറ് ചെയ്ത് ബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രൈസും ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ദിവസത്തിന് മുമ്പേ ആ പ്രോമിസർ എ മരിക്കുകയാണ്. ഇവിടെ ആ പെയിൻറ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. സോ എ മാത്രം ചെയ്താലേ ആ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്തു നമുക്ക് പറയാൻ കഴിയുള്ളൂ. സോ ഈ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനോ അല്ലെങ്കിൽ ബിക്കോ റൈറ്റ് ഉണ്ടായിരിക്കുകയില്ല. കാരണം ഈ പ്രോമിസറിൻ്റെ പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആയതുകൊണ്ട്. സോ പേഴ്സണൽ സ്കിൽ ഇൻവോൾവ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളിൽ ആ പ്രോമിസർ തന്നെ അത് പെർഫോം ചെയ്യണം എന്ന് നിർബന്ധമുണ്ട്. മറ്റാർക്കും അത് പെർഫോം ചെയ്യാൻ കഴിയില്ല. സോ ആ പ്രോമിസർ മരിച്ചതിൻ്റെ പേരിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനോ പ്രോമിസീക്കോ ഒന്നും ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. മറ്റൊരു എക്സാമ്പിൾ: എ കോൺട്രാക്ട് ടു മാരി ബി. സി കനോട്ട് മാരി ഓൺ ബിഹാഫ് ഓഫ് എ. എയും ബിയും വിവാഹം ചെയ്യാനുള്ള കോൺട്രാക്റ്റാണ്. അവിടെ എക്ക് പകരം സി മാരി ചെയ്താൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നില്ല, അല്ലെങ്കിൽ അതിന് അങ്ങനെ കഴിയില്ല. ദാറ്റ് മീൻസ് എ ആണ് പ്രോമിസർ, എ തന്നെ പ്രോമിസ് പെർഫോം ചെയ്യണം, കാരണം മാരേജ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട്. സോ ഇങ്ങനെ ചില കോൺട്രാക്റ്റുകൾ പ്രത്യേകം കണ്ടീഷൻ ഉണ്ടാകും, അത് പ്രോമിസറി തന്നെ ചെയ്യണം എന്നുള്ളത്. അത്തരം കേസിൽ പ്രോമിസർക്ക് മാത്രമേ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ കഴിയൂ. Then second one, legal representative. A contract which involves the use of personal skill or is founded on personal considerations comes to an end on the death of promiser.
ഇങ്ങനെ പേഴ്സണൽ സ്കില്ലോ അല്ലെങ്കിൽ പേഴ്സണൽ കൺസിഡറേഷനോ ഇൻവോൾവ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളുടെ കേസിൽ പ്രോമിസർ മരിച്ചാൽ ആ കോൺട്രാക്റ്റ് അവസാനിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആസ് റിഗാർഡ്സ് എനി അതർ കോൺട്രാക്ട് ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ ഡിസീസ്ഡ് പ്രോമിസർ ആർ ബൗണ്ട് ടു പെർഫോം ഇറ്റ് അൺലെസ് എ കോൺട്രറി ഇൻറ്റൻഷൻ അപ്പിയേഴ്സ് ഫ്രം ദി കോൺട്രാക്ട്. ഇനി ഇങ്ങനെ പേഴ്സണൽ സ്കിൽസും ഒന്നും ആവശ്യമില്ലാത്ത കോൺട്രാക്റ്റുകളുടെ കേസിൽ പ്രോമിസർ മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാം, അവർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. Then, but their liability under contract is limited to the value of the property they inherit from the deceased. ഇനി അങ്ങനെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒബ്ലിഗേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോമിസ് പെർഫോം ചെയ്യുമ്പോൾ ആ മരിച്ച വ്യക്തിയുടെ പ്രോമിസറിൻ്റെ പ്രോപ്പർട്ടി വെച്ച് കൊടുക്കാൻ കഴിയുന്നതേ കൊടുക്കേണ്ടതുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് വിചാരിക്കാം. ദെൻ അത് കൊടുക്കേണ്ട സമയത്തിന് മുമ്പേ ആ വ്യക്തി മരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആ 10 ലക്ഷം രൂപ കൊടുത്തു തീർക്കണം. ദെൻ സപ്പോസ് ആ മരിച്ച വ്യക്തിക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അയാളുടെ പ്രോപ്പർട്ടി മുഴുവൻ വിറ്റാലും അത്ര എമൗണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനെ ബാധിക്കുന്നതല്ല. എത്രയാണോ കൊടുത്തു തീർക്കാൻ കഴിയുന്നത് അത്രേ കൊടുക്കേണ്ടതുള്ളൂ. ദാറ്റ് മീൻസ് അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടേ കൊടുക്കേണ്ടതുള്ളൂ. അതിലേക്ക് അത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അതിന് പുറത്ത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ഒരു ലാബിലിറ്റി വരുന്നില്ല. Example, A promises to deliver goods to B on payment of ₹1,000. A dies before that day. As representatives are bound to deliver the goods to B and B is bound to pay amount to A's representative. എയും ബിയും ആണ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്. എ ഗുഡ്സ് ബിക്ക് ഡെലിവർ ചെയ്യും ഓൺ പേയ്മെൻറ്റ് ഓഫ് ₹1,000, 1000 രൂപക്ക് പകരമായിട്ട്. ദെൻ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടതിന് മുമ്പേ എ മരണപ്പെടുകയാണ്. ഇവിടെ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആ ഗുഡ്സ് ബിക്ക് കൊടുക്കുകയും ബി ആ 1000 രൂപ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിന് കൊടുക്കുകയും വേണം. സോ പ്രോമിസറിൻ്റെ പേഴ്സണൽ സ്കില്ല് ഇൻവോൾവ് ചെയ്യാത്ത കോൺട്രാക്റ്റുകളിൽ ആ പ്രോമിസറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത്. ദെൻ ഏജൻറ്റ്, where personal consideration is not the foundation of a contract and the promiser may employ a competent person to perform it. ചില കേസുകളിൽ പ്രോമിസർ അവരുടെ പ്രോമിസ് പെർഫോം ചെയ്യാൻ അവർ മറ്റു വ്യക്തികളെ ഏൽപ്പിക്കുന്നു. മീൻസ് ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യും. അങ്ങനെ ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏജൻറ്റിനും പ്രോമിസറിൻ്റെ അഭാവത്തിൽ ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ, എ പ്രോമിസസ് ടു പേ ബി എ സം ഓഫ് മണി. The amount may be paid to be either by A personally or his agent. അതായത് എ ഒരു സ്പെസിഫിക് എമൗണ്ട് ബിക്ക് കൊടുക്കാനുള്ള അഗ്രിമെൻ്റ് ആണ്. അവിടെ എ ആ എമൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ എക്ക് പകരം അയാളുടെ ഏജൻറ്റിനെ കൊടുത്ത് ഏൽപ്പിക്കുകയും ചെയ്യാം. സോ ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ സ്കില്ലും അവിടെ ഇൻവോൾവ് ചെയ്യുന്നില്ല. അത്തരം കോൺട്രാക്റ്റുകളിൽ ആ പ്രോമിസറിന് അവിടെ ഏജൻറ്റ് വഴി പ്രോമിസ് പെർഫോം ചെയ്യാവുന്നതാണ്. ദെൻ തേർഡ് പേഴ്സൺ, A contract can be performed by a third party if the promisee accepts the arrangement. ചില കേസുകളിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ തന്നെ പാർട്ടീസ് തമ്മിൽ പറഞ്ഞുറപ്പിക്കും, വേറൊരു വ്യക്തിയാണ് എനിക്ക് വേണ്ടി ഇത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എയും ബിയും കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ എ പറയുകയാണ് എൻ്റെ അഭാവത്തിൽ ഈ ഗുഡ്സ് സെഡ് നിനക്ക് എത്തിക്കും എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ സെഡിന് അത് പെർഫോം ചെയ്യാം. ഇവിടെ സെഡ് ഒരു തേർഡ് പാർട്ടിയാണ്. ഈവൻ എൻ്റെ ഏജൻറ്റ് പോലും അല്ല എന്നുണ്ടെങ്കിലും ഈ തേർഡ് പാർട്ടിക്ക് ആ പ്രോമിസ് പെർഫോം ചെയ്യാവുന്നതാണ്. Then, when a promisee accepts the performance of the promise from a third person, he cannot afterwards enforce it against the promiser. ഇങ്ങനെ ആ പ്രോമിസിങ് കൂടി സമ്മതിച്ചിട്ടാണ് ഒരു തേർഡ് പേഴ്സൺ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നെയുള്ള പ്രോബ്ലംസ് പ്രോമിസ് എൻഫോഴ്സ് ചെയ്യേണ്ടത് പ്രോമിസറിൻ്റെ എതിരെ അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ തേർഡ് പാർട്ടിക്ക്, ദാറ്റ് മീൻസ് ആ തേർഡ് പേഴ്സണ് പിന്നെ ആ പ്രോമിസിങ് തമ്മിലാണ് പെർഫോമൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ദെൻ ജോയിൻറ്റ് പ്രോമിസേഴ്സ്. ചില കേസുകളിൽ പ്രോമിസ് വെക്കുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ടാവും. 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തികളോ ജോയിൻറ്റ് പ്രോമിസ് വെക്കുകയാണെങ്കിൽ അവരെയാണ് ജോയിൻറ്റ് പ്രോമിസേഴ്സ് എന്ന് പറയുന്നത്. Then, unless a contrary intention appears from the contract, all joint promiser must jointly fulfill the promise.
നോർമൽ കേസിൽ ജോയിൻറ്റ് പ്രോമിസേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്നത്. ഇഫ് എനി വൺ ഓഫ് ദം ഡൈസ് ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് മസ്റ്റ് ജോയിൻ വിത്ത് ദ സർവൈവിംഗ് പ്രോമിസേഴ്സ് ടു ഫുൾഫിൽ ദ പ്രോമിസ്. ഇനി ആ ജോയിൻറ്റ് പ്രോമിസേഴ്സിൽ ഏതെങ്കിലും ഒരു പ്രോമിസർ മരിക്കുകയാണെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് മറ്റുള്ള പ്രോമിസേഴ്സുമായി കൂടി ചേർന്നിട്ടാണ് പ്രോമിസ് ഫുൾഫിൽ ചെയ്യേണ്ടത്. ദെൻ ഇഫ് ഓൾ ഓഫ് ദം ഡൈ ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഓൾ ഓഫ് ദം മസ്റ്റ് ഫുൾഫിൽ ദ പ്രോമിസ് ജോയിൻലി. ഇനി ഈ ജോയിൻറ്റ് പ്രോമിസേഴ്സ് എല്ലാവരും മരിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒരുമിച്ചിട്ടാണ് ആ പ്രോമിസ് പെർഫോം ചെയ്യുന്നത്. The next one, who can demand the performance of a contract. ഇതുവരെ ആരാണ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതിലാണ് പ്രോമിസറി, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്, ഏജൻറ്റ്, തേർഡ് പേഴ്സൺ ആൻഡ് ജോയിൻറ്റ് പ്രോമിസേഴ്സ് വരുന്നത്. ഇനി ആർക്ക് ഡിമാൻഡ് ചെയ്യാം, കോൺട്രാക്റ്റ് പെർഫോം ചെയ്യണം എന്നുള്ളത് ആർക്ക് ഡിമാൻഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി ദ പ്രോമിസി ഹു ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ് ഓഫ് ദി പ്രോമിസ് അണ്ടർ ദ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റ് പ്രകാരം ചെയ്യേണ്ട പ്രോമിസ് ചെയ്യണം എന്ന് പറയാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? പ്രോമിസിക്കാണുള്ളത്. ഫോർ എക്സാമ്പിൾ, എയും ബിയും കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാണ്. എ ഗുഡ്സ് ബിക്ക് കൊടുക്കും, ബി 10,000 രൂപ എക്കും കൊടുക്കും. ഇവിടെ എ ഗുഡ്സ് തരണം എന്ന് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്? ബിക്കാണുള്ളത്. സോ ആ പ്രോമിസിക്കാണ് പ്രോമിസ് പെർഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കുക. It makes no difference whether promise is for the benefit of the promisee or for the benefit of any other person. Then ആ കോൺട്രാക്റ്റ് പ്രകാരമുള്ള പ്രോമിസിൻ്റെ ബെനഫിറ്റ് ആർക്കാണ് എന്നുള്ളതൊരു വിഷയമല്ല. അവിടെ പ്രോമിസി ആരാണോ, ഇനി പ്രോമിസിക്കല്ല മറ്റൊരാൾക്കാണ് അതിൻ്റെ ബെനഫിറ്റ് എത്തുക എന്നുണ്ടെങ്കിലും പ്രോമിസിക്കാണ് അത് പെർഫോം ചെയ്യുന്നത്, ഡിമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. എക്സാമ്പിൾ, A promises B to pay C a sum of 500. A does not pay the amount to C. C cannot take any action against A. It is only B who can enforce the contract. അതായത് എയും ബിയുമാണ് കോൺട്രാക്റ്റ്. എ ബിക്ക് പ്രോമിസ് വെക്കുകയാണ് സിക്ക് 500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. ദെൻ എ 500 രൂപ സിക്ക് കൊടുത്തില്ല എന്ന് വിചാരിക്കുക. ഇവിടെ സിക്ക് ആ 500 രൂപ ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. കാരണം ബി ആണ് പ്രോമിസി, ബിക്ക് മാത്രമേ അത് എൻഫോഴ്സ് ചെയ്യാൻ കഴിയൂ. സോ പ്രോമിസ് പെർഫോം ചെയ്യാൻ ഡിമാൻഡ് ചെയ്യാവുന്നത് പ്രോമിസിക്ക് മാത്രമാണ്. Then in the case of death of the promisee, his legal representatives can demand the performance. ഇനി പ്രോമിസി മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രോമിസിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. Then in certain cases a third party can also enforce a promise under a contract even though he is not a party to that contract. For example, trust, marriage settlement, agent, etc. Then ചില കേസുകളിൽ ഒരു തേർഡ് പാർട്ടിക്കും കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ അവകാശം ഉന്നയിക്കാവുന്നതാണ്. അതിൽ ഒരു സ്പെഷ്യൽ കേസ് പറയുന്നതാണ്, അല്ലെങ്കിൽ അത്തരം സ്പെഷ്യൽ കേസുകൾ വരുന്നത് ട്രസ്റ്റിൻ്റെ കേസിൽ, മാരേജ് സെറ്റിൽമെൻറ്റിൻ്റെയും ഏജൻറ്റിൻ്റെയൊക്കെ കേസിലാണ്. അത്തരം കേസുകളിൽ പ്രോമിസിക്കല്ല എന്നുണ്ടെങ്കിൽ പ്രോമിസിക്ക് പകരമായിട്ട് വേറെ വ്യക്തികൾക്കും ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. ദെൻ ജോയിൻറ്റ് പ്രോമിസീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് പ്രോമിസിയിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഡിമാൻഡ് പെർഫോം ചെയ്യാവുന്നതാണ് എന്നും മനസ്സിലാക്കുക. ദെൻ ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ്. കോൺട്രാക്റ്റ് ആര് പെർഫോം ചെയ്യണം, ദെൻ ആർക്ക് ഡിമാൻഡ് ചെയ്യാം പെർഫോമൻസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ്. കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട സമയത്തിനെ കുറിച്ചിട്ടും സ്ഥലത്തിനെ കുറിച്ചിട്ടും പ്രത്യേകം കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നുണ്ട്. Time and place of performance of a contract are matters to be determined by an agreement between the parties themselves. അഗ്രിമെൻറ്റ് ഫോം ചെയ്യുമ്പോഴേ അവിടുത്തെ പാർട്ടീസ് ആ പെർഫോമൻസ് ചെയ്യേണ്ട സമയവും സ്ഥലമൊക്കെ ഫിക്സ് ചെയ്യാറുണ്ട്. സെക്ഷൻ 46 to 50 lay down the following rules in this regard. ദെൻ ഈ ടൈം ആൻഡ് പ്ലേസുമായി ബന്ധപ്പെട്ടിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്നുണ്ട്. അത് പ്രതിപാദിച്ചിട്ടുള്ള 46 to 50 സെക്ഷൻസിലാണ്. ദെൻ അതിൽ ഓരോ സെക്ഷൻ എന്താണ് പറയുന്നത് നോക്കാം. സെക്ഷൻ 46, വെൻ
where no request is to be made by the promisee and no time is specified in the contract, promise must be performed by the promiser within a reasonable time. Promiser സ്പെല്ലിങ്ങിൽ ഒരു എസ് എ വരുന്നുള്ളൂ, സോറി അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ദെൻ സെക്ഷൻ 46 പ്രകാരം പ്രോമിസി ഒരു റിക്വസ്റ്റും വെച്ചിട്ടും ഇല്ല, ദെൻ ടൈം കോൺട്രാക്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോമിസർക്ക് ഒരു റീസണബിൾ ടൈമിൽ പ്രോമിസ് പെർഫോം ചെയ്യാവുന്നതാണ്. അതായത് നോർമലി കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ അത് പെർഫോം ചെയ്യുന്ന ടൈം ഫിക്സ് ചെയ്യാറുണ്ട്. സപ്പോസ് അങ്ങനെ ടൈം ഫിക്സ് ചെയ്തിട്ടില്ല, ദെൻ അതിന് പുറമെ പ്രോമിസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമല്ല ചെയ്യേണ്ടത്. മീൻസ് ചില കേസുകൾ ടൈമും പ്ലേസും ഒക്കെ ഫിക്സ് ചെയ്താലും പ്രോമിസിയെ കൺസൾട്ട് ചെയ്തിട്ട് വേണം പെർഫോം ചെയ്യാൻ എന്നുള്ള കണ്ടീഷൻസ് വെക്കാറുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിക്വസ്റ്റോ ഡിമാൻഡോ ഒന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോമിസറിന് ഒരു റീസണബിൾ ടൈമിൽ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാം എന്നുള്ളതാണ് 46 പറയുന്നത്. ദെൻ സെക്ഷൻ 47, where time is specified and no request is to be made by the promisee, the promiser may perform the promise at any time during the usual hours of business on such day and at the place at which the promise ought to be performed. ഇനി ചില കോൺട്രാക്റ്റിൽ ടൈം ഫിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്, പോരാത്തതിന് പ്രോമിസിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് ഒന്നും ഇനി വേണ്ട എന്നുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോമിസറിന് ആ പറഞ്ഞ ടൈമിൽ ആ പറഞ്ഞ സ്ഥലത്ത് വെച്ച് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാവുന്നതാണ്. ദെൻ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതനുസരിച്ച് ചെയ്യുക, വേറെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ദെൻ സെക്ഷൻ 48, when a promise is to be performed on a certain day with request of promisee, the promiser may undertake to perform it after the application is made by the promisee to that effect. സെക്ഷൻ 48 പറയുന്നത് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട ഡേ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ദെൻ അതിന് കൂടെ ഒരു കണ്ടീഷനും കൂടി വെച്ചിട്ടുണ്ട്, പ്രോമിസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് പെർഫോം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രോമിസർ ആ പറഞ്ഞ ഡേറ്റിന് അത് പെർഫോം ചെയ്യുക എന്നുള്ളതിന് മുമ്പേ ആ പ്രോമിസിൻ്റെ അപ്ലിക്കേഷൻ അവരോട് കൺസൾട്ട് ചെയ്തിട്ടേ ആ പറഞ്ഞ ഡേറ്റിന് അത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. സോ പ്രോമിസ് പെർഫോം ചെയ്യുന്ന ഡേ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം പ്രോമിസിൻ്റെ റിക്വസ്റ്റും വേണമെന്നുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ പ്രോമിസിൻ്റെ റിക്വസ്റ്റ് കിട്ടിയ ശേഷം മാത്രമേ ഉള്ളൂ ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. Then section 49, when a promise is to be performed without request by the promisee and no place is fixed for the performance of it, the promiser has to apply to the promisee to appoint a reasonable place for the performance of the promise and to perform in such place. ഇനി കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ട സ്ഥലത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ദെൻ ഒരു റിക്വസ്റ്റും വേണമെന്നുള്ള കണ്ടീഷനും വെച്ചിട്ടില്ല. അത്തരം കേസിൽ പ്രോമിസർ എന്ത് ചെയ്യണം? പ്രോമിസിയോട് കൺസൾട്ട് ചെയ്തിട്ട് പ്രോമിസി പറഞ്ഞ പ്രകാരമാകണം പ്രോമിസ് പെർഫോം ചെയ്യേണ്ടത്. നേരത്തെ സെക്ഷൻ 48 പറയുന്നത് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്, ദെൻ പ്രോമിസിൻ്റെ റിക്വസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രോമിസിൻ്റെ റിക്വസ്റ്റ് കിട്ടിയ ശേഷമാണ് പ്രോമിസർ പെർഫോം ചെയ്യേണ്ടത്. ദെൻ സെക്ഷൻ 49 പ്രകാരം പ്ലേസ് ഫിക്സ് ചെയ്തിട്ടില്ല, ദെൻ റിക്വസ്റ്റ് വേണമെന്നുള്ള കണ്ടീഷനും ഇല്ല. അത്തരം കേസിൽ പ്രോമിസർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് പ്രോമിസിയായിട്ട് കൺസൾട്ട് ചെയ്യണം, എന്നിട്ട് പ്ലേസ് ഫിക്സ് ചെയ്തിട്ട് അവിടെ വേണം പെർഫോം ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. Then section 50, when a promise is to be performed in the manner and time prescribed by the promisee, the promiser has to perform it in the same manner within the time specified. ചില കോൺട്രാക്റ്റുകൾ നോർമലി കോൺട്രാക്റ്റുകളിൽ പ്രോമിസറും പ്രോമിസും പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടാവും ടൈമും പ്ലേസും അതെങ്ങനെ ചെയ്യണം എന്നുള്ള മാനറും ഒക്കെ. സോ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 15 പറയുന്നത്. ഇത്രയാണ് ടൈം ആൻഡ് പ്ലേസോ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് ടൈം ആസ് ദ എസെൻസ് ഓഫ് ദി കോൺട്രാക്റ്റ്. Time is the essence of the contract means the time fixed by the parties for the performance of contract is regarded by them as the most important condition of the contract and for the breach of which they are entitled to avoid the contract. അതായത് ചില കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്
ടൈം ബൗണ്ടഡ് ആയി ചെയ്യണമെന്നുള്ള നിർബന്ധമുണ്ടാവും. കാരണം ആ സമയത്തിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വന്നാൽ ആ ചെയ്ത കാര്യം കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത കേസുകളുണ്ടാവും. അത്തരം കേസുകളിൽ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് മാറും. അത്തരം കോൺട്രാക്റ്റുകളാണ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എസെൻസ് ഓഫ് ദി കോൺട്രാക്റ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. സോ സെക്ഷൻ 55 പ്രകാരം വെൻ ടൈം ഈസ് ഓഫ് ദി എസെൻസ്, അതായത് കോൺട്രാക്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് എസെൻസ് ആയിട്ട് ടൈം കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, if the time is the essence of the contract and there is a failure on the part of the promisor to perform his obligation within the fixed time, the contract becomes voidable at the option of the promisee and entitled for compensation. അതായത് കോൺട്രാക്റ്റിൽ ടൈം ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എസെൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാതിരുന്നാൽ പ്രോമിസിക്ക് ആ കോൺട്രാക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. സോ അത്തരം കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് പ്രോമിസി. ദെൻ പ്രോമിസിക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ദെൻ വെൻ ടൈം ഈസ് നോട്ട് ഓഫ് ദി എസെൻസ്, ചില കേസുകളിൽ സമയത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. അത്തരം കേസുകളിൽ ഇഫ് ദ ടൈം ഈസ് നോട്ട് ഓഫ് ദി എസെൻസ്, എ ഫെയിലിയർ ഓൺ ദി പാർട്ട് ഓഫ് പ്രോമിസർ ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ വിത്തിൻ ദി ഫിക്സ്ഡ് ടൈം ഡസ് നോട്ട് മേക്ക് ദ കോൺട്രാക്ട് വോയിഡബിൾ, but the promisee is entitled to compensation for any loss caused to him by such a failure. Then ടൈം ഇമ്പോർട്ടൻറ്റ് എസെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാത്ത കോൺട്രാക്റ്റുകളുടെ കേസിൽ കോൺട്രാക്റ്റ് ആ ടൈമിൽ പെർഫോം ചെയ്തില്ല എന്ന് വെച്ചിട്ട് കോൺട്രാക്റ്റ് വോയിഡബിൾ ആകുന്നില്ല. പകരം പ്രോമിസിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ ടൈം എസെൻസ് ആണ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആയിട്ട് മാറും, കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യുകയും ചെയ്യാം. ടൈം എസെൻസ് അല്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് വോയിഡബിൾ ആകുന്നില്ല, അത് വാലിഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ പ്രോമിസിക്ക് ഉണ്ടായ നഷ്ടത്തിന് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇത്രയാണ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് ഒരു അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.